ഇന്ന് മഹാത്മാഗാന്ധിയുടെ 76-ാം രക്തസാക്ഷി ദിനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരടക്കം രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തും. 9:45 സർവ്വമത പ്രാർത്ഥനയ്ക്കും തുടക്കമാകും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആർ കെ, ഗാന്ധി സ്മരണയിലാണ് രാജ്യം. ഇന്ന് രാജ്ഘട്ടിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട്, ഒപ്പം മറ്റ് ചടങ്ങുകളുണ്ട്. വിവരങ്ങൾ. രാജ്യം ഇന്ന് 76-ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് നേരെ മതവിദ്വേഷം പുലർത്തുന്ന നാഥുറാം വിനായക് ഗോഡ്സെ 76 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഈ സംഭവം രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും കറുത്ത ഏടുകളിൽ ഒന്നായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം മഹാത്മാഗാന്ധിയുടെ സ്മരണയിലാണ് രാജ്യം ഉള്ളത്. ലോകത്തെമ്പാടും ഇന്ന് ഗാന്ധി അനുസ്മരണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായിട്ടുള്ള രാജ്ഘട്ടിൽ അതിവിപുലമായിട്ടുള്ള പരിപാടികളാണ് ഗാന്ധി സ്മരണയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 9:45 നടക്കുന്ന സർവമത പ്രാർത്ഥനയാണ്. വലിയ തണുപ്പ് ഉള്ളത് കൊണ്ടാണ്, നിലവിലുള്ള കാലാവസ്ഥ പരിഗണിച്ചാണ് 9:45 സമയം മാറ്റിയിരിക്കുന്നത്. രാഷ്ട്രപതി ഒപ്പം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സർവമത പ്രാർത്ഥനയായിരിക്കും നടക്കുക. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മഹാത്മാഗാന്ധി ലോകത്തെ തന്നെ ഏറ്റവും വീക്ഷണാശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന രീതിയിലാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അഹിംസ മാർഗമാക്കി എത്ര വലിയ ശക്തിയെയും നേരിടാൻ സാധിക്കും എന്ന ഒരു ഉദാഹരണം ലോകത്തിന് മുന്നിൽ കാണിച്ചു നൽകിയ മഹാത്മാഗാന്ധി ഇതിന് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദക്ഷിണാഫ്രിക്കയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അടക്കമാണ് ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഗാന്ധി അനുസ്മൃതി നടക്കും. രാജ്ഭവനുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം അതത് സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിലും ഒക്കെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇതൊന്നും കൂടാതെ വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും ഗാന്ധി അനുസ്മൃതി ഇന്ന് നടക്കും. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.